അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാം ഒന്നാം ഭാഗത്തെ 4ാമത്തെ പാഠം ഫത്തഹറു എന്ന പാഠം ഇൻഷാ അല്ലാഹ് നമുക്ക് വായിച്ച് അതിൻ്റെ തദ്രീബാത്തും കൂടെ വായിക്കാം. ഈ പാഠത്തിൽ പറയുന്നത് കുളിയെക്കുറിച്ചാണ് പറയുന്നത്. ഫർളായ കുളികളും അതുപോലെ തന്നെ സുന്നത്തായ കുളികളെക്കുറിച്ചുള്ള ചർച്ചയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പാഠം വായിക്കാം. അമീനെ, നിൻ്റെ കാലിൽ ചെളിയുണ്ടല്ലോ. കുളിക്കുമ്പോൾ കാൽ തേച്ചുരച്ച് കഴുകിയില്ലായിരുന്നോ? ഉസ്താദ് ചോദിച്ചു. അമീൻ, എൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല ഉസ്താദേ. അവൻ ബാത്റൂമിൽ പോയി കാൽ കഴുകി വന്നു. ഉസ്താദ്, നമ്മൾ എല്ലാ സമയത്തും വൃത്തിയുള്ളവരാവണം. വൃത്തിയുള്ളവരെ അല്ലാഹു തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇഷ്ടപ്പെടും. ആരൊക്കെ ഇഷ്ടപ്പെടും? വൃത്തിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടും, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇഷ്ടപ്പെടും. കൈകാലുകളും തലയും തേച്ചുരച്ച് കഴുകണം. കുളിക്കുമ്പോൾ കൈകാലുകളും തലയും തേച്ചുരച്ച് കഴുകണം. നഖത്തിനടിയിലുള്ള ചെളി നീക്കണം. നഖത്തിൻ്റെ അടിയിലെ ചെളികൾ എന്ത് ചെയ്യണം? നീക്കം ചെയ്യണം. കുളിക്ക് ചില ഫർളുകളും സുന്നത്തുകളും ഉണ്ട്. കുളിക്ക് ചില ഫർളുകളും സുന്നത്തുകളുമുണ്ട്. കുളിക്കുമ്പോൾ അതെല്ലാം നീ പാലിക്കാറുണ്ടോ? അമീൻ. ഏതൊക്കെയാണ് കുളിയുടെ ഫർളുകളും സുന്നത്തുകളും? അമീൻ. അപ്പം തിരിച്ചു ചോദിച്ചു, ഫർളും സുന്നത്തൊക്കെ പാലിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഏതൊക്കെയാണ് ഫർളുകളും സുന്നത്തുകളും? ഉസ്താദ്, കുളിക്ക് 2 ഫർളുകളാണുള്ളത്. എത്ര ഫർളുകളാണ്? 2 ഫർളുകൾ. ഒന്ന് നിയ്യത്ത് ചെയ്യൽ, ഒന്നാമത്തത് നിയ്യത്ത് ചെയ്യൽ. 2 ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തൽ എന്നിവയാണ്. അപ്പോൾ 2 ഫർളുകളാണുള്ളത്. ഒന്ന് നിയ്യത്ത് ചെയ്യുക, 2 ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തിക്കുക. ഇങ്ങനെ 2 ഫർളുകളാണ് കുളിക്കുള്ളത്. ഖിബിലക്ക് മുന്നിടുക, ഔറത്ത് മറക്കുക, കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടെ ബിസ്മി ചൊല്ലുക, വുളൂ ചെയ്യുക. ശേഷം ഫർളായ കുളിയാണെങ്കിൽ അതിൻ്റെ നിയ്യത്തും, സുന്നത്തായ കുളിയാണെങ്കിൽ ആ നിയ്യത്തും ചെയ്ത് ആദ്യം തലയിലും പിന്നീട് വലത് ഭാഗത്തും ശേഷം ഇടത് ഭാഗത്തും വെള്ളമൊഴിക്കുക. തേച്ചുരച്ച് കഴുകുക. പീളക്കുഴി, മടമ്പ് തുടങ്ങിയ സ്ഥലങ്ങളും പൊക്കിൾ, ചെവി, ചുളിഞ്ഞ സ്ഥലങ്ങൾ എന്നിവ സൂക്ഷിച്ച് കഴുകുക. സംസാരിക്കാതിരിക്കുക. കുളി കഴിഞ്ഞ ഉടനെ വുളൂഇന് ശേഷമുള്ള ദുആ ചെയ്യുക തുടങ്ങിയവ സുന്നത്തുകളാണ്. അപ്പോൾ കുളിയുടെ സുന്നത്തുകളാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഒന്നാമത്തെ ഖിബിലയ്ക്ക് മുന്നിടുക. കുളിക്കുന്ന സമയത്ത് നമ്മൾ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം കുളിക്കേണ്ടത്. ഔറത്ത് മറക്കുക. ഔറത്ത് എന്ത് ചെയ്തോളണം? മറച്ചോളണം. കുളിയുടെ സുന്നത്തിന് ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ബിസ്മി ചൊല്ലുക. പിന്നെ വുളൂ ചെയ്യുക. ഫർള് കുളിയാണെങ്കിൽ ഫർളിൻ്റെ നിയ്യത്ത് ചെയ്യുക, സുന്നത്ത് കുളിയാണെങ്കിൽ സുന്നത്തിൻ്റെ നിയ്യത്ത് ചെയ്യുക. ആദ്യം നമ്മൾ എവിടെയാണ് വെള്ളം പാരേണ്ടത്? തലയിലാണ്. ആദ്യം തലയിൽ, പിന്നീട് വലത് ഭാഗത്ത്, പിന്നെ നമ്മൾ വലത് ഭാഗത്ത് വെള്ളം പാരുക. ശേഷം ഇടത് ഭാഗത്തും വെള്ളം ഒഴിക്കുക. തേച്ചുരച്ച് കഴുകണം. തേച്ചുരച്ച് കൊണ്ടാണ് കുളിക്കേണ്ടത്. പീളക്കുഴി, മടമ്പ് തുടങ്ങിയ സ്ഥലങ്ങൾ, പൊക്കിൾ, ചെവി, ചുളിഞ്ഞ സ്ഥലങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യണം? സൂക്ഷിച്ച് കഴുകണം. സംസാരിക്കാൻ പാടില്ല. അതാ പറഞ്ഞ സംസാരിക്കാതിരിക്കുക. കുളി കഴിഞ്ഞ ഉടനെ വുളൂഇന് ശേഷമുള്ള ദുആ ചെയ്യുക. നമുക്ക് കാരണമാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ ദുആ. ഇൻഷാ അല്ലാഹ് തദ്രീബാത്തിൽ അത് വരുന്നുണ്ട്, അവിടെ നമുക്ക് നോക്കാം. അപ്പോൾ അമീൻ, കുളിയുടെ നിയ്യത്ത് എങ്ങനെയാണ്? അമീൻ ഉസ്താദിനോട് ചോദിച്ചു, കുളിയുടെ നിയ്യത്ത് ഇപ്പം എങ്ങനെ ചെയ്യൽ? അപ്പോൾ ഉസ്താദ്, ജുമുഅയുടെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു. ജുമുഅക്ക് വേണ്ടിയുള്ള കുളിയാണെങ്കിൽ ജുമുഅക്ക് കുളിക്കൽ സുന്നത്താണ്. അപ്പോൾ ജുമുഅയുടെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു. പെരുന്നാളിൻ്റെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു എന്നിങ്ങനെയാണ് സുന്നത്തായ കുളിക്ക് നിയ്യത്ത് ചെയ്യേണ്ടത്. അപ്പോൾ ജുമാ നിസ്കാരത്തിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ്. അതുകൊണ്ടാണ് അവിടെ വെച്ചത് ജുമുഅയുടെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു. പെരുന്നാൾക്കും കുളിക്കൽ സുന്നത്താണ്. പെരുന്നാളിൻ്റെ സുന്നത്ത് കുളി നിർവഹിക്കുന്നു എന്നിങ്ങനെയാണ് സുന്നത്തായ കുളിക്ക് നിയ്യത്ത് ചെയ്യേണ്ടത്. നിർബന്ധമായ കുളിയാണെങ്കിൽ ഫർളായ കുളി നിർവഹിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. എങ്ങനെ? ഫർളായ കുളി നിർവഹിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഏത് കുളിക്കാണെങ്കിൽ? നിർബന്ധമായ കുളിക്കാണെങ്കിൽ. വഇൻ കുന്തും ജുനുബൻ ഫത്തഹറു. നമ്മളെ ഹെഡിങ്ങാണ് ഫത്തഹറു എന്നുള്ളത്. നിങ്ങൾ ജനാബത്തുകാരാണെങ്കിൽ കുളിച്ച് ശുദ്ധിയാവുക. ഫത്തഹറു, നിങ്ങൾ ശുദ്ധിയാവുക. വഇൻ കുന്തും ജുനുബൻ,
നിങ്ങൾ ജനാപത്തുകാരനാണെങ്കിൽ കുളിച്ച് ശുദ്ധിയാവുക. ജനാപത്തുകാർ ശുദ്ധിയാകേണ്ടത് എങ്ങനെയാണ്? കുളിച്ചുകൊണ്ടാണ് ശുദ്ധിയാകേണ്ടത്. അതുകൊണ്ടാണ് അവിടെ കുളിച്ച് നിങ്ങൾ എന്താവുക? ശുദ്ധിയാവുക എന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ നഖ്റ വ നക്തുബ്, വായിച്ച് എഴുതാനുള്ളതാണ്. അപ്പോൾ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അത് അതേ രൂപത്തിൽ കോപ്പിയായിട്ട് നമ്മൾ എന്ത് എഴുതണം. ഹർക്കത്തുകളും പുള്ളികളൊന്നും തെറ്റാതെ. ചെളി, മടമ്പ്, ചുളിഞ്ഞ, പിന്നെ തേച്ചുരച്ചു, പീളക്കുഴി, നിർബന്ധം, ഭാഗം, അതൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അക്ഷരങ്ങളൊക്കെ തെറ്റാതെ, പുള്ളികളെ ഹർക്കത്തൊന്നും തെറ്റാതെ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ നുജീബ്, ഉത്തരം എഴുതാനാണ്. 1. കുളിയുടെ ഫർളുകൾ എത്ര? ആൻസർ 2. 2. കുളിയുടെ ഫർളുകൾ ഏതെല്ലാം? ആൻസർ 1 നിയ്യത്ത്, 2 ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തൽ. 3. കുളിക്കുമ്പോൾ വെള്ളമൊഴിക്കേണ്ട ക്രമം എഴുതുക. ആൻസർ ആദ്യം തലയിലും പിന്നീട് വലതു ഭാഗത്തും ശേഷം ഇടതു ഭാഗത്തും വെള്ളമൊഴിക്കുക. 4. നിർബന്ധമായ കുളിയുടെ നിയ്യത്ത് എഴുതുക. ആൻസർ ഫർളായ കുളി ഞാൻ നിർവഹിക്കുന്നു. 5. ജുമായുടെ കുളിക്ക് എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ആൻസർ ജുമായുടെ സുന്നത്ത് കുളി ഞാൻ നിർവഹിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. 3. നക്തുബ് സുനനുൽ ഗുസ്ലി, കുളിയുടെ സുന്നത്തുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ പാഠത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2ാമത്തെ പേജിൽ 21ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. പാഠത്തിൻ്റെ 2ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിൽ ഖിബ്ലക്ക് മുന്നിടുക എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തിൽ നിന്ന് 8 സുന്നത്തുകൾ ഇവിടെ എഴുതണം. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്ത് ഖിബ്ലക്ക് മുന്നിടുക, ഔറത്ത് മറക്കുക, അങ്ങനെ ഈ ഉളൂ ചെയ്യുക, ബിസ്മി ചൊല്ലുക എന്നൊക്കെ പറഞ്ഞ് ഈ സുന്നത്തുകളുണ്ടല്ലോ, അതിൽ നിന്ന് 8 നമ്മൾ ഈ ഭാഗത്തേക്ക് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് 4ാമത്തെ നക്തശിഫോ വ നക്തുബു വ നഖ്റഉ ഫി സ്വഫി, കുളിക്ക് ശേഷമുള്ള ദുആ. കുളിക്ക് ശേഷമുള്ള ദുആ ഇവിടെ എഴുതുകയും വേണം. അത് നമ്മൾ മനഃപ്പാഠമാക്കാനുള്ളതാണ്. നമുക്ക് മനഃപ്പാഠം ഉണ്ടാകും. ഒന്നുകൂടെ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ക്ലാസ്സിൽ എന്ത് ചെയ്യുക? അത് ക്ലാസ്സിൽ ചൊല്ലുകയും വേണം. ഏതാണത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജ്അൽനി മിനത്ത് തവ്വാബീന വജ്അൽനി മിനൽ മുത്തഖിരീന വജ്അൽനി മിൻ ഇബാദിക്കസ് സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അതാണ് വുളൂഇന് ശേഷമുള്ള ദുആ. ആ ദുആ തന്നെയാണ് നമ്മൾ എവിടെയും കൊണ്ടുവരേണ്ടത്? കുളിക്ക് ശേഷവും കൊണ്ടുവരേണ്ടത്. ഇനി 2ാമത്തേതിൽ കുളിയുടെ പൂർണ്ണ രൂപം ക്രമപ്രകാരം എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം. ഔറത്ത് മറച്ച് ഖിബ്ലക്ക് മുന്നിട്ട് കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടെ ബിസ്മി ചൊല്ലുക. ശേഷം വുളൂ ചെയ്യുക. ഫർളായ കുളി ഞാൻ കുളിക്കുന്നു. ഇവിടെ ഫർളിൻ്റെ നിയ്യത്താണ് വെച്ചത്. സുന്നത്താണെങ്കിൽ അവിടെ സുന്നത്തായ കുളി. ഫർളായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ആദ്യം തലയിലും പിന്നീട് വലതു ഭാഗത്തും ശേഷം ഇടതു ഭാഗത്തും വെള്ളമൊഴിക്കുക. സൂക്ഷിച്ച് കഴുകേണ്ട ഭാഗങ്ങൾ സൂക്ഷിച്ച് കഴുകുക. കുളി കഴിഞ്ഞ ഉടനെ വുളൂഇന് ശേഷമുള്ള ദുആ ചെയ്യുക. ഇതാണ് പൂർണ്ണമായ കുളി എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതോടെ പാഠം കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമു പഠിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുവാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.